ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ തുടർ തോൽവികളുമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. രണ്ടാം മത്സരത്തിൽ മുംബൈക്ക് ഗുജറാത്തിനെതിരെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഗുജറാത്ത് നിശ്ചിത ഓവറുകളിൽ 196 റൺസാണ് നേടിയത്. എന്നാൽ തിരിച്ച് ബാറ്റിംഗിന് ചേസിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസിന് 160 റൺസ് മാത്രമാണ് 20 ഓവറുകൾ നേടാൻ സാധിച്ചുള്ള 6 വിക്കറ്റ് നഷ്ടത്തിൽ. ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഗുജറാത്ത് വളരെ ഡീസൻറ്റ് തന്നെയായിട്ടാണ് ഈ ഒരു മത്സരത്തിൽ സ്കോർ ബിൽഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അതായത് ഈ ഒരു ബ്ലാക്ക് സോയിൽ പിച്ചിൽ റൺസ് നേടുക എന്ന് പറയുന്നത് ഒട്ടും ഈസിയല്ല. പവർ പ്ലേയിൽ മികച്ച രീതിയിൽ തന്നെയാണ് സായ് സുദർശനും ഈ ഒരു പിച്ച് കണ്ടീഷൻ വെച്ചിട്ട് ബാറ്റ് ചെയ്തത്. അവരുടെ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം വലുതായിരുന്നു. 78 റൺസ് ആയിരുന്നു അവരുടെ പാർട്ണർഷിപ്പിൽ പിറന്നത്. ഗില്ലിന്റെ വിക്കറ്റ് ആയിരുന്നു ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. സായ് സുദർശൻ 41 ബോളിൽ 63 റൺസ് എടുത്താണ് പോകുന്നത്. ശുഭ്മാൻ ഗില്ലും 27 ബോളിൽ 38 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ജോസ് ബട്ട്ലർ ആണെങ്കിൽ 24 ബോളിൽ 39 റൺസ്. ഈ 3 പേരുടെ ഇന്നിംഗ്സ് പടുത്തുയർത്തലാണ് ഒരു സ്കോർ കാർഡ് അത്രയും നമുക്ക് അങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുംബൈയുടെ ബോളിംഗ് സൈഡിൽ സത്യനാരായൺ രാജു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളറാണ്. 3 ഓവറിൽ 40 റൺസ് വിട്ടുകൊടുത്തു. അവിടെ എക്കോണമി വൈസ് നോക്കുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യയാണ് അടിപൊളിയായിട്ട് എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. 4 ഓവറിൽ 29 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മുജീബും 2 ഓവറിൽ 28 റൺസ് വിട്ടുകൊടുക്കുന്നു. ദീപക് ചഹർ 4 ഓവറിൽ 39 റൺസ് വിട്ടുകൊടുക്കുന്നു. ട്രെന്റ് ബോൾട്ട് 4 ഓവറിൽ 34 റൺസ് വിട്ടുകൊടുക്കുന്നു. സോ ഈ ഒരു പിച്ച് കണ്ടീഷൻ വെച്ചിട്ട് ഗുജറാത്ത് എറിഞ്ഞത് വേറെ പിച്ചിലാണോ എന്ന് തോന്നിപ്പോകും. ഇന്നലത്തെ RCB ചെന്നൈ മത്സരം പോലായി. തിരിച്ച് ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈക്ക് ഏർലി വിക്കറ്റ് നഷ്ടമായിട്ട് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് പോകുന്നു, റയാൻ റിക്കൽട്ടന്റെ വിക്കറ്റ് പോകുന്നു. ഈ 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്ന സിറാജ് തന്നെയാണ്. ബാക്ക് ടു ബാക്ക് ബൗണ്ടറീസ് അടിച്ച് സിറാജിനെതിരെ ഒന്ന് ഫോം ആണെന്ന് തോന്നിപ്പിച്ചിരുന്നു അവിടെ രോഹിത് ശർമ്മ. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള സ്ക്രാമ്പിൾഡ് സീം ഡെലിവറിയിൽ കറക്റ്റായിട്ട് രോഹിത് ശർമ്മ ബീറ്റായി പോകുന്നു. അതോടൊപ്പം തന്നെ പ്ലേ ഡൗൺ ആവുന്നു റിയാൻ റിക്കൽട്ടൺ. തിലക് വർമ്മ, സൂര്യകുമാർ യാദവ് കൂട്ടുകെട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിൽ വലിയൊരു സ്കോർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഈ ഒരു മത്സരം ചേസ് ചെയ്യുന്നു തോന്നിപ്പിച്ചിരുന്നു. പക്ഷേ തിലക് വർമ്മ ആദ്യം വളരെ അഗ്രസീവായി കളിച്ചെങ്കിലും പിന്നീട് റൺസ് നേടാൻ സാധിക്കാതെ വന്ന താരത്തിന് തിരിച്ചടിയായി. അണ്ടർ പ്രഷറിലായിട്ടാണ് സൂര്യകുമാർ യാദവിൻ്റെ ആണെങ്കിലും തിലക് വർമ്മയുടെ വിക്കറ്റ് അവിടെ അണ്ടർ പ്രഷറിലായിട്ടാണ് വീഴുന്നത്. കുറച്ച് നേരമായിട്ട് ബൗണ്ടറികൾ ഒന്നും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. ഇവിടെ എടുത്തു പറയേണ്ട ഇന്നിങ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന ബോളിംഗ് സൈഡിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് അവിടെ പ്രസിദ്ധ് കൃഷ്ണയാണ്. 4 ഓവറിൽ 18 റൺസ് മാത്രമാണ് താരം വിട്ടുകൊടുത്തത്. 3 ഓവറിൽ 8 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. 4ാമത്തെ ഓവറിലാണ് പുള്ളിയുടെ ഇതിൽ 10 റൺസ് വരുന്നത്. അവിടെ 2 ബൗണ്ടറീസ് ആകെ പുള്ളി കൺസീഡ് ചെയ്യുന്ന 4ാമത്തെ ഓവറിലാണ്. ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് എക്കോണമിയിലായിരുന്നു പുള്ളി അതുവരെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രില്യൻ ഡെലിവറീസ് ആയിരുന്നു. കഗീശ്വരപ്പാട് ആദ്യത്തെ ഓവറിൽ നല്ലതായിട്ട് എക്സ്പെൻസീവ് ആയി. അദ്ദേഹത്തിന്റെ എക്കോണമി നോക്കിയാൽ അത് മനസ്സിലാവും. 10.50 ആണ് അദ്ദേഹത്തിന്റെ എക്കോണമി എന്ന് പറയുന്നത്. ഇപ്പോൾ സിറാജ് ആണെങ്കിലും എയർലി വിക്കറ്റ് ബ്രേക്ക് ത്രൂ ഇട്ട് കൊടുക്കുന്നു. മികച്ച രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്ത് വരാൻ ബാക്കി ബോളേഴ്സിന് സാധിക്കുന്നു. ലുക്ക് ദ എക്കോണമി ഓഫ് റാഷിദ് ഖാൻ. ആകെ 2 ഓവർ എറിഞ്ഞുള്ളൂ, 5 ആണ് താരത്തിന്റെ എക്കോണമി. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവർ ഈ ഒരു മത്സരം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സോ ബൂമ്ര കൂടി വരാതെ ഇവരുടെ ബോളിംഗ് സൈഡ് കുറച്ചുകൂടി പ്രോപ്പർ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബൂമ്ര കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഓക്കെ ആവുള്ളൂ. ഈ ഒരു സീസണിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ടീമായിരുന്നു മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്നത്. പക്ഷേ അവരിങ്ങനെ ഒരു സ്ട്രഗിളിംഗ് സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. എന്തായാലും ബൂമ്ര കൂടി വന്നു കഴിയുമ്പോൾ ഇവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ എല്ലാവർക്കും ചോദ്യമുള്ളൊരു കാര്യമായിരിക്കും, അതായത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്താണ് കളിക്കുന്നതെന്ന്. സോ ബൂമ്ര വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ മാറ്റം ടീമിൽ ഉണ്ടാവും, ഉറപ്പാണ്, ഷുവറാണ്. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം. ഇപ്പോൾ പോയിന്റ് ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പോയിന്റ് ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുംബൈയുടെ ഇത് നോക്കുക, രാജസ്ഥാന് തൊട്ട് മുകളിലാണ്. -1.163 നെറ്റ് റൺ റേറ്റിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ നെറ്റ് റൺ റേറ്റ് എന്ന് പറയുന്നത്. നെറ്റ് റൺ റേറ്റ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ വലിയ വെല്ലുവിളിയാവും. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തി. ബൈ ബൈ ഗൈസ്.